എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നയിലിൽ കണ്ട പോലെ ആ പ്രിൻസസ് കട്ട് മോഡലിൽ വരുന്ന ആ ഒരു നെക്ക് ഡിസൈൻ, ആ ഫ്രണ്ടിൽ വരുന്ന നെക്ക് ഡിസൈൻ, ഒരു കീ ഹോൾ ഒക്കെ കൊടുത്തിട്ടുള്ള നെക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു ഡിസൈൻ മാത്രമേ ഇവിടെ ചെയ്ത് കാണിച്ചിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫുൾ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെയിൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ലൈനിങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രണ്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു എക്സ്ട്രാ പീസും എടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലോത്ത് ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ലെങ്ത്തിനനുസരിച്ചിട്ട് വിഡ്ത്തിനനുസരിച്ചിട്ട് ക്ലോത്ത് ഇതേപോലെ രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ചുരിദാർ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു കുർത്തി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നാലാക്കിയിട്ട് മടക്കിയിടണം. അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉള്ള പീസ് മടക്കിയിടണം കേട്ടോ. അപ്പൊ അറിയാത്തവരാണ് എങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 7.5 ഇഞ്ചാണ് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നത്. അതായത് 7 ഇഞ്ചാണ് ആം ഹോള്, 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ 7.5 ഇഞ്ച് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. ഈ ലൈനിലാണ് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 9 ഇഞ്ചാണ്, അതായത് 36 ഇഞ്ചാണ്. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 ആണ് കിട്ടുക. ആ 9ന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ബാക്കിൽ ആം ഹോൾ വരയ്ക്കുന്നുണ്ട്, അതിനുശേഷം 1/2 ഇഞ്ച് ഉള്ളോട്ടായിട്ട് ഫ്രണ്ടിൽ ആം ഹോളും വരയ്ക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ കൈ വെച്ചിട്ട് എങ്ങനെയാണ് ആം ഹോൾ വരയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താഴേക്കുള്ള അളവുകളും കാര്യങ്ങളും ഒന്നും ഞാനിപ്പോ ഇതിൽ കാണിക്കുന്നില്ല. അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അളവ് എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാ മാർക്കിങ്ങും കഴിഞ്ഞു. ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരാം. നമ്മുടെ ഫ്രണ്ടിൽ ആം ഹോൾ, അതായത് ബാക്കിലെ ആം ഹോൾ അല്ല, ഫ്രണ്ടിലെ ആം ഹോൾ. അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങൾ ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്തോളൂ. കട്ട് ചെയ്തതിന് ശേഷം ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ പീസ് മാത്രം മടക്കിയിട്ടാൽ മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ഫ്രണ്ടിലെ പീസ് മാത്രം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് ഫ്രണ്ടിലെ പീസ് മാത്രം മടക്കിയിടുക. എന്നിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ, അതായത് സീം അലവൻസ് ഉള്ള ഭാഗത്തേക്ക് പോകണ്ട. സീം അലവൻസിന് മുന്നേ നമ്മൾ മാർക്ക് ചെയ്ത 9 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റ് വരെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഇതേപോലെ പിടിച്ചിട്ട്, അതായത് ആ ഒരു ഷേപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ പിടിക്കുക കേട്ടോ. ഇതേപോലെ പിടിക്കുന്ന സമയത്ത് നമുക്ക് 9 അതായത് 8.25 കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ആണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് 9 ഇഞ്ച് വരുന്നില്ല, 9 ഇഞ്ചിന്റെ ഇടയ്ക്കായിട്ടുള്ള ഈ ഒരു പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ടേപ്പ് ഇതേപോലെ മടക്കി കൊടുക്കുക. ആദ്യം 1-2 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം അളക്കുന്ന ആ അളവ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ അളക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അളന്നാൽ കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിട്ടുക. കറക്റ്റ് ആ ഷേപ്പിനനുസരിച്ചിട്ട് തന്നെ അളക്കുക കേട്ടോ. 1-2 പ്രാവശ്യം അളക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് ഇതേപോലെ മടക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് സെന്റർ അറിയാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഇടയ്ക്കൊക്കെ വരുന്ന സംഖ്യകളാവുമ്പോൾ ഇതുപോലെ ടേപ്പ് മടക്കി കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പൊ കറക്റ്റ് നമുക്ക് അളവ് കിട്ടിയിട്ടുണ്ട്. ആ അളവ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എവിടെയാണോ ആ അളവ് വരുന്നതെന്ന് വെച്ചാൽ ഒരു പോയിന്റ് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ബ്രസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഞാനിവിടെ സ്ക്രീനിൽ ഒരു ഇമേജ് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടേപ്പ് വെച്ചിട്ട് 2 ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. എന്നിട്ട് അതിന്റെ കൂടെ ഒരു 0.5 കൂടി എക്സ്ട്രാ ആഡ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്കിവിടെ 3 ആ കിട്ടുക. അപ്പൊ അതിന്റെ കൂടെ ഞാൻ 0.5 കൂടി ആഡ് ചെയ്തിട്ട് 3.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ബ്രസ്റ്റ് പോയിന്റിലേക്കുള്ള ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആ ലെങ്ത് 9.5 ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ 10 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടി യോജിക്കുന്ന ഒരു പോയിന്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്തത് എന്റെ അളവാണ്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ അളവ് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം സൈസുള്ള ആൾക്ക് ചിലപ്പോൾ എന്റെ ഈ അളവ് തന്നെ മതിയാവും കേട്ടോ. അപ്പൊ എന്തായാലും കയ്യിൽ ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടേപ്പ് വെച്ചിട്ട് അളന്നിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഫ്രണ്ടിൽ കൊടുക്കാൻ പോകുന്ന ഡിസൈനിന്റെ ലെങ്ത് ആണ്. അപ്പൊ 12 ഇഞ്ച് കൊടുക്കണമെങ്കിൽ 12 ഇഞ്ച് കൊടുക്കാം, 13 ഇഞ്ച് കൊടുക്കണമെങ്കിൽ 13 ഇഞ്ച് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ 13 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ വേസ്റ്റ് പോയിന്റിനേക്കാളും കുറച്ച് മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ 13 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ 13 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ 10 ഇഞ്ച്, അതായത് ലെങ്ത് ആയിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റും സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരയ്ക്കുന്നുണ്ട്. സ്ക്രീനിൽ കാണുന്ന പോലെ വരച്ചെടുത്തിട്ടുണ്ട്.
അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മൾ ഓൾറെഡി 10 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത ഈ പോയിന്റും ബാക്കി ഭാഗങ്ങൾ അതായത് താഴ്ഭാഗത്തേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ തന്നെ വെക്കാം. ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റും അതുപോലെ തന്നെ നമ്മൾ ആം ഹോളിന്റെ പകുതി മാർക്ക് ചെയ്തില്ലേ, സെന്റർ മാർക്ക് ചെയ്തില്ലേ, ആ പോയിന്റും ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് വരയ്ക്കാം. അതല്ല നിങ്ങൾക്ക് ഇത്ര പോരാ, കുറച്ചും കൂടി ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കർവ് ചെയ്ത് വരയ്ക്കാം. അപ്പൊ ഞാൻ കൈ വെച്ചിട്ട് ഒന്നും കൂടി കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങളതൊന്ന് വരച്ചെടുക്കുക. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാതെ നമ്മൾ ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് വരയ്ക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് എത്രയാണ് കർവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് ഇപ്പൊ കുറഞ്ഞ രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിൽ വരയ്ക്കുക, കുറച്ചും കൂടി വൈഡ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് വരച്ചിട്ടെടുക്കുക. ഇനി ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആം ഹോളിന്റെ സെന്റർ മാർക്ക് ചെയ്ത പോയിന്റിന്ന് 2 സൈഡിലേക്കായിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. 1/4 ഇഞ്ചാണ്, 1/2 ഇഞ്ച് അല്ല. ഈ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ നേരത്തെ വരച്ചിട്ടുള്ള ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വരയ്ക്കുക. അതെന്തിനാണ് നമ്മൾ 2 സൈഡിലേക്കും 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതെന്ന് വെച്ചാൽ ആ ഫ്രണ്ടിലുള്ള ചുളിവുകൾ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചുളിവുകൾ വീഴാറില്ല ഫ്രണ്ടിൽ കൈക്കുഴിന്റെ ഭാഗത്ത്. അപ്പൊ അത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഈ വരച്ചിട്ടുള്ള അളവിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ സൈഡിലുള്ള അളവ് ആദ്യമേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതും കൂടി ഒന്ന് ഇതിനോടൊപ്പം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ കട്ട് ചെയ്തിട്ട് ബാക്കിലെ പീസ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ പീസിൽ മാത്രം വേണം കേട്ടോ അതുപോലെ അടയാളപ്പെടുത്താൻ. ബാക്കിലെ പീസിൽ അടയാളപ്പെടുത്തരുതേ. അപ്പൊ എനിക്കിവിടെ ബാക്കിലെ പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ച് കാണിച്ചു തരാഞ്ഞത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് സൈഡിലെ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് അളവൊക്കെ കട്ട് ചെയ്ത് ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലെ പീസിൽ വേണം ഇങ്ങനെ അളവ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിന്റിലാണ് നമ്മൾ കട്ട് ചെയ്തത്. പിന്നെ നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുള്ള 1/4 ഇഞ്ചിലുള്ള പോയിന്റും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 1/4 ഇഞ്ച് നമ്മൾ 2 സൈഡിലേക്ക് മാർക്ക് ചെയ്തില്ലേ, അപ്പൊ ആ അളവ് പ്രകാരം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെന്ററിൽ കൊടുക്കുന്ന പീസ് എടുക്കുക. അതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിടുക. കറക്റ്റ് രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം നേരത്തെ നമ്മൾ സെന്ററിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, ആ പീസ് കറക്റ്റ് ഇതേപോലെ തന്നെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് വെക്കുക. രണ്ടും മടക്കി വെച്ചിരിക്കുകയാണ്, കറക്റ്റ് ആയിട്ട് വേണം എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പൊ മുകൾ വശം നമ്മൾ ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. മുകൾ വശം ഒഴിച്ചിട്ട് ബാക്കി 3 വശങ്ങളും, അതായത് ബാക്കിയുള്ള എല്ലാ വശങ്ങളും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് അതായത് 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് മാത്രം ഞാൻ കുറച്ചധികം ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻസസ് കട്ട് മോഡലിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വരാൻ ചിലപ്പം സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം വരില്ല, കാരണം നമ്മൾ കറക്റ്റ് അളവിലാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം വരില്ല. എന്നാലും എന്തെങ്കിലും ഒരു വേരിയേഷൻസ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് താഴ്ഭാഗത്ത് മാത്രം കുറച്ചധികം ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ 1/2 ഇഞ്ചിൽ തയ്യൽ തുമ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സെയിം ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ മെയിൻ ഫാബ്രിക്കിന്റെ നല്ല വശം, അതുപോലെ തന്നെ നമ്മൾ സെന്ററിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസിന്റെ നല്ല വശം, നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക. ആദ്യം ഈ ആം ഹോളിന്റെ സൈഡിൽ നിന്ന് താഴേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് 1/2 ഇഞ്ചിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 1/2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തത്. അപ്പൊ ആ 1/2 ഇഞ്ചിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ആ പ്രിൻസസ് കട്ടിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. കാരണം ചുളിവുകൾ വീഴാൻ സാധ്യതകൾ കൂടുതലാണ്. ചുളിവില്ലാതെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ആ താഴേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് നീക്കി, അതായത് 1/2 ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ ചെറിയൊരു കട്ട് കൊടുക്കുക. ഞാൻ ഇതേപോലെ ഒരു ചെറിയ കട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ഒരു ഗ്രീൻ ക്ലോത്ത് ഇതേപോലെ ഇങ്ങനെ മറിച്ചെടുക്കുക. അതായത് മറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീക്കിയെടുക്കുക. പിന്നീട് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. അപ്പൊ ആ സ്ട്രെയിറ്റ് ആയിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ ആ കട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്ലോത്ത് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ കിട്ടും. അപ്പൊ ആ കറക്റ്റ് നമ്മൾ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു കട്ട് കൊടുക്കുക. പിന്നെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, ആം ഹോളിന്റെ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സെന്ററിൽ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, ആ ക്ലോത്ത് ഒരു കുറച്ച് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. ഇത്രയും ചുളിവുകൾ ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇതേപോലെ എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഇതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് പതിച്ചും കൂടി ബാക്കി 3 വശവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കാം നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനെ കറക്റ്റ് രണ്ടാക്കിയിട്ട് ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ തംബ്നെയിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ആണ് നമുക്ക് റെഫറൻസിന് തന്നിട്ടുണ്ടായിരുന്ന ഫോട്ടോ. അപ്പൊ നമ്മൾ അതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് കേറിയിട്ടുള്ള നെക്കാണ് വരുന്നത്. കേറിയിട്ടുള്ള നെക്ക് വന്നിട്ട് കീ ഹോൾ വരുന്ന മോഡലിലാണ്
ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഈ ഒരു ചുരിദാർ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ സിബ് കൊടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തലവഴി ഇത് ഇറങ്ങി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നുണ്ട്. 3.5 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. 3.5 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നോർമൽ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത് കേട്ടോ. റൗണ്ട് നെക്ക് ഇതേപോലെ വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വരയ്ക്കുന്ന സമയത്ത് അതായത് നമ്മൾ കറക്റ്റ് അളവ് വരച്ചിട്ട് പിന്നെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ക്യാൻവാസ് പേപ്പറിൽ ഇതേപോലെ അടയാളപ്പെടുത്താറുണ്ട്. പക്ഷെ ഇവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തരുത്, 1/2 ഇഞ്ച് അടയാളപ്പെടുത്താൻ പാടുള്ളൂ. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ സെന്ററിൽ കീ ഹോൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം അതായത് ആ ഒരു ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ എടുത്ത് കാണിക്കും. അപ്പൊ അതുകൊണ്ടാണ് 1/2 ഇഞ്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതേപോലെ ഞാൻ റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സെന്ററിൽ നിന്ന് കിട്ടുന്നത് അതായത് നമ്മളിപ്പോ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെന്ററിലുള്ള ക്യാൻവാസ് പേപ്പർ ഉണ്ടല്ലോ അതന്നെ മതി നമുക്ക് ഈ കീ ഹോളിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ കറക്റ്റ് സെന്ററിന് അതായത് മുകളിൽ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെയും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ബാക്കി സെന്ററിൽ 2 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അതായത് സൈഡിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, പക്ഷെ നിവർത്തുന്ന സമയത്ത് 2 ഇഞ്ച് ഉണ്ടാവും. അപ്പൊ 2 ഇഞ്ചിൽ ഇതേപോലെ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. അതിന്റെ ചുറ്റോടും ഇതേപോലെ കുറച്ച് ക്യാൻവാസ് പേപ്പർ വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെന്ററിലുള്ള ഈ ഒരു പീസ് അതായത് സെന്ററിൽ നമ്മൾ വരച്ചിട്ടുള്ള ട്രയാങ്കിൾ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നെക്കും അതുപോലെ തന്നെ ഈ ഒരു കീ ഹോൾ ചെയ്യാനുള്ള ഈ ഒരു പീസും അയൺ ചെയ്ത് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ലൈനിങ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു, പക്ഷെ ലൈനിങ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ മറന്നുപോയി, സത്യമായിട്ട് മറന്നുപോയതാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ താഴ്വശത്ത് ലൈനിങ്ങും കൂടി വെക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ നല്ല പീസിന്റെ മുകളിൽ ഞാനിപ്പോ ക്യാൻവാസ് പേപ്പർ വെച്ചില്ല, സെന്റർ ടു സെന്റർ ആയിട്ട് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് പിൻ കുത്തി കൊടുത്തു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം ലൈനിങ് വെക്കുക, ലൈനിങ്ങിന്റെ മുകളിലായിട്ട് നല്ല പീസ് വെക്കുക, എന്നിട്ട് അതിന്റെ മുകളിൽ ക്യാൻവാസ് പേപ്പർ വെക്കുക. എന്നിട്ട് സ്റ്റിച്ച് ഒക്കെ സെയിം ആണ്, ലൈനിങ്ങും കൂടി ആഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഞാൻ സത്യമായിട്ടും മറന്നുപോയതാണ്, കട്ട് ചെയ്ത് വരെ വെച്ചിരുന്നു പക്ഷെ എടുക്കാൻ മറന്നു. ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് ക്യാൻവാസ് പേപ്പർ വെക്കുക, സെന്റർ ടു സെന്റർ തന്നെ വെക്കുക കേട്ടോ. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം ക്യാൻവാസ് പേപ്പറിലുള്ള റൗണ്ട് നെക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. 4 ഇഞ്ചിൽ ക്ലോത്ത് വെക്കുക, ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് 4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് മറിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ക്യാൻവാസ് പേപ്പർ ഉള്ളോട്ടേക്ക് ആക്കിയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക. കറക്റ്റ് രണ്ടാക്കി മടക്കിയതിന് ശേഷം ഞാൻ ഇതേപോലെ ചോക്ക് വെച്ചിട്ട് ജസ്റ്റ് സെന്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ അയൺ ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ ട്രയാങ്കിൾ അതിന് കറക്റ്റ് സെന്റർ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സെന്ററിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കറക്റ്റ് നമ്മുടെ ആ ഒരു കീ ഹോള് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഭാഗത്തിന്റെ തൊട്ട് താഴത്തായിട്ട് വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ നെക്ക് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് പേപ്പർ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സ്റ്റിച്ചിന്റെ തൊട്ട് താഴെയായിട്ട് കീ ഹോള് വരുന്ന രീതിയിൽ വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതേപോലെ പിൻ കുത്തി കൊടുക്കുക. പിൻ കുത്തിയതിന് ശേഷം ഉള്ളിലുള്ള ട്രയാങ്കിൾ ഉണ്ടല്ലോ, ആ ട്രയാങ്കിൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക. അപ്പൊ ഞാൻ ഇതേപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. മറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക കേട്ടോ. ചുളിവുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് ഒന്ന് പതിച്ചടിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ പതിച്ചടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൈഡിലായിട്ട് കുറച്ച് ക്യാൻവാസ് പേപ്പർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാൻവാസ് പേപ്പർ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്യാൻവാസ് പേപ്പർ നമ്മൾ നെക്കിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ഒതുകിയ പോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ആ നെക്കിന്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. ബാക്കി സൈഡ് ഒന്നും സ്റ്റിച്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നെക്കിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ക്യാൻവാസ് പേപ്പർ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ബാക്കി സൈഡൊക്കെ ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അതായത് നല്ല കയറിയിട്ടുള്ള നെക്കാണ് നമ്മൾ ചെയ്തത്. സെൻട്രലായിട്ട് ആ കീ ഹോള് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിലുള്ള നെക്കാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിൽ സിബ് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിൽ എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് കൊടുക്കണം. അല്ലാത്ത വശം നമുക്കത് തലവഴി ഇറങ്ങി കിട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ലൈനിങ് ആഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ലൈനിങ്ങും കൂടി ആഡ് ചെയ്തിട്ട് വേണം നെക്കും അതുപോലെ തന്നെ കീ ഹോളും ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ.
ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് എങ്ങനെയാണ് ഒരു ചുരിദാർ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനോടകം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക കേട്ടോ, ബാക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.